വെൽക്കം ടു ഈ സെല്ലർ മെല്ലു വീഡിയോ. ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, ഷോപ്പിഫൈ വെബ്സൈറ്റുകളിലൊക്കെ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാമെന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ട് നോക്കുന്നവർക്ക് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഈ നോർമലി നമ്മൾ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ട്രെൻഡിനനുസരിച്ചൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളെക്കാട്ടും മീൻസ് അതർ സ്റ്റേറ്റിലുള്ള ആളുകൾക്ക് മീൻസ് കേരളത്തിലേക്ക് പൊതുവെ വരുന്നത് അതർ സ്റ്റേറ്റിൽ നിന്ന് അതർ കൺട്രീസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹൈ പ്രൈസിന് ഈ പ്രോഡക്റ്റ് നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതർ സ്റ്റേറ്റിൽ അതർ കൺട്രീസ് സെല്ലേഴ്സ് കുറഞ്ഞ പ്രൈസിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ പ്രൈസിൻ്റെ അല്ല ചിലപ്പം തന്നെ അവർ സെല്ല് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബൾക്കായിട്ട് ഇറക്കിയ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ലോസൊക്കെ ഒഴിവാക്കേണ്ടി വരും. കാരണം നമുക്ക് സെയിൽസും കാര്യങ്ങളൊന്നും വരാതെ നമ്മളത് വേസ്റ്റ് തട്ടേണ്ടി വരും. ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരു മികച്ച പ്രൊഡക്റ്റ് എടുക്കുക എന്നുള്ള നമുക്ക് എന്ത് ചെയ്യും, ആ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് ഒരുപാട് സെല്ലിംഗ് ഒന്നും വരണമെന്നില്ല. കുറഞ്ഞ സെല്ലിംഗ് ആണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് വേസ്റ്റേജ് വരാതെ നമ്മൾ പർച്ചേസ് ചെയ്ത് കൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെയിൽ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പം അതിന് കോമ്പറ്റീഷനും മാർക്കറ്റ് അനലൈസിങ്ങും നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളൊരു പ്രൊഡക്റ്റ് എപ്പോഴും ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ഈ ഒരു മൗസ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, സെല് ചെയ്യണമെന്ന് നോക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണം, ഈ ഒരു പ്രൊഡക്റ്റിന് ഈ സെയിം സാധനം ആമസോണിൽ വേറെ ആരെങ്കിലും വിൽക്കുന്നുണ്ടോ നോക്കുക. ആമസോണിലോ വെബ്സൈറ്റിലോ ഫ്ലിപ്പിലോ മീഷോയിലൊക്കെ ഈ സെയിം ബ്രാൻഡിൻ്റെ സെയിം പ്രൊഡക്റ്റ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കോമ്പറ്റീഷൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിം സെർച്ച് ചെയ്യുക. അങ്ങനെ നോക്കിയിട്ട് ഈ സെയിം പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ ടോട്ടൽ എക്സ്പെൻസും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര രൂപക്ക് വിൽക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈക്വൽ ഒരു ചെറിയ ഡിസ്റ്റൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെക്കാട്ടി കുറച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്തിട്ട് മതിയായ ക്വാണ്ടിറ്റി എടുത്തിട്ട് നിങ്ങൾ സെല് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇതൊന്നും ചെക്ക് ചെയ്യാതെ നോർമലി ട്രെൻഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് നേരെ വേസ്റ്റേജ് തട്ടേണ്ട ഒരു വിഷയമാണ് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഡക്റ്റ് എപ്പോഴും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അനലൈസിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം, അതിന് ഒരുപാട് ടൂളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല സെർച്ച് ചെയ്യേണ്ടത്. ഉദാഹരണം ആമസോണിലാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫ്ലിപ്പിലും മീഷോയിലും കോമ്പറ്റീഷൻ നോക്കണം. അപ്പോൾ നിങ്ങൾ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസ് നോക്കിയിട്ട് ഒരു അത്യാവശ്യം സെല്ലിങ്ങും കാര്യങ്ങളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെല്ലിങ്ങും കാര്യങ്ങളും ഇത് ചെക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന കോസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എത്ര പ്രൈസിന് നമുക്ക് സെല്ല് ചെയ്യാൻ കഴിയുന്നതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ, പ്രത്യേകിച്ച് ബൾക്ക് ക്വാണ്ടിറ്റി. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, എത്ര വേണ്ടെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് നോർമലി പർച്ചേസിങ്ങോ ധൈര്യമായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് റിട്ടേൺ പോളിസിയുള്ള നമ്മൾ നിയറസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കോമ്പറ്റീഷൻ അനലൈസിങ് നോക്കാൻ തന്നെ നമുക്ക് റിട്ടേൺ പോളിസി അവർ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ക്വാണ്ടിറ്റി എടുക്കാം. പക്ഷേ അതർ കൺട്രി മീൻസ് ചൈന പോലുള്ള കൺട്രി, അതുപോലെ അതർ സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ, മീൻസ് ഇന്ത്യയുമായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു മിനിമം ഇത്ര ഒരു ക്വാണ്ടിറ്റി ലിമിറ്റ് അവർ വെക്കുന്നുണ്ട്. ചിലപ്പോൾ 50, 100 അങ്ങനെ അത്ര വലിയ ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ അത് പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വലിയ ലോസ് തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ സെല്ല് ചെയ്യുക. ഈ ഒരു കുറഞ്ഞ പ്രൈസിന് കിട്ടുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ സെല്ല് ചെയ്യുക. നിങ്ങൾ ഈ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഇതുപോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വെബ്സൈറ്റ് കൂടെ സെയിൽ ചെയ്യുന്ന പുറമെ നിങ്ങൾ റീറ്റെയിലേക്ക് എന്ത് ചെയ്യാം, സാധനം സെയിൽ ചെയ്യാം. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും, ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് അതൊരു ലോസിലേക്ക് പോകും. ആ സാധനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിയറസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ അവൈലബിൾ ആവും ഉള്ള ഐറ്റംസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുക, മാർക്കറ്റിൻ്റെ സ്ഥിതി എന്താണ്, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് എടുത്ത് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണ്, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മീൻസ് ഒരു ഉദാഹരണം ഈ ഒരു മൗസ് തന്നെ ഉദാഹരണം വെക്കുകയാണെങ്കിൽ, ഈ ഒരു മൗസ് നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ഷോപ്പിൽ നിന്ന് 50 രൂപക്കാണെന്ന് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇത് ലിസ്റ്റ് ചെയ്തിട്ട് സെയിൽസ് വന്നതിന് ശേഷം നമുക്ക് ഇന്ത്യ മാർട്ടിൽ ഇതൊരു 20 രൂപക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, MOQ ആയിട്ടുള്ള 100 50 നമുക്ക് എടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് പറ്റിയ ഒരു മാർഗ്ഗം മാത്രമാണ് ഈ ഒരു ഇന്ത്യ മാർട്ടും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങളൊരു ബൾക്ക് ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു വലിയൊരു ലോസിലോട്ട് പോകും. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു പ്രൊഡക്റ്റ്
ലിസ്റ്റ് സെല്ല് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് സ്റ്റഡി വേണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതൊരു വലിയ ലോസിലേക്ക് തന്നെ പോകുന്ന ഒരു സ്ഥിതിയാണ് പൊതുവെ എല്ലാ ഒരു സ്റ്റാർട്ടിങ് സെല്ലേഴ്സിനും വരുന്നത്. അപ്പോൾ നിയറസ്റ്റ് ആയിട്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, നിയറസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തത് സെയിൽസ് ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന് സ്ഥിതി മീൻസ് ബേസ് എന്താ മനസ്സിലാവും. അപ്പോൾ വൺ വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിന് ബേസ് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് നോക്കാം ഇനി നെക്സ്റ്റ് ഒരു ഷോപ്പോ കാര്യങ്ങളോ ഒക്കെ മീൻസ് അതർ സ്റ്റേറ്റിലെ ഒരു ഷോപ്പ് അങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അങ്ങനെ ചെയ്യണം എന്നുള്ളത് ബേസ് നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിൽ തന്നെ അത്യാവശ്യം ഹോൾസെയിൽസ് ഏരിയ എല്ലാ സ്റ്റേറ്റ് ജില്ലകളിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമാണ് അതർ സ്റ്റേറ്റും അതർ കൺട്രിയിൽ നിന്നും പ്രൊഡക്റ്റ് ചോയ്സ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഈ ചൈനയിൽ നിന്നൊക്കെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി എടുത്തിട്ട് ടോട്ടൽ എക്സ്പെൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഒരു പ്രൈസിൽ നമുക്ക് ഒരിക്കലും സെല് ചെയ്യാൻ കഴിയില്ല. ഇത് ഓൾറെഡി മറ്റുള്ള സെല്ലേഴ്സൊക്കെ നമ്മൾ എടുക്കുന്നതിനെക്കാട്ടി ഹൈ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇതിനെക്കാട്ടി ചീപ്പായിട്ട് അവർ സെല് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഡക്റ്റ് ബൾക്കായിട്ട് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ണടച്ചിട്ട് എന്ത് ചെയ്യരുത്, എടുക്കരുത്. അപ്പോൾ എപ്പോഴും കോമ്പറ്റീഷനും കാര്യങ്ങളും അനലൈസിങ് ഒക്കെ ചെക്ക് ചെയ്യണം. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു ഒരു ടോർച്ച്. ഈ ഒരു ടോർച്ച് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ മാർക്കറ്റിൽ ഇതുണ്ടാവില്ല, ഇത് കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളൊരു ബൾക്കായിട്ട് എടുക്കരുത്. അപ്പം നിങ്ങൾ എന്ത് നോക്കണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ബേസ് നോക്കണം. ഇത് മാർക്കറ്റിൽ പോകുന്നുള്ള ഒരു റേറ്റ് ആണോ നോക്കണം. നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിന് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മാർക്കറ്റിൽ നമുക്ക് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലോ വെബ്സൈറ്റിൽ സെല്ലിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ എടുത്തിട്ട് കാര്യമുള്ളൂ. അതായത് കോമ്പറ്റീഷൻ ഇല്ലാത്ത പ്രൊഡക്റ്റ് ഒരുപാട് എടുത്തിട്ടും നിങ്ങൾക്ക് പ്രശ്നമാണ്. അപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അത് മതിയാവും ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ വലിയൊരു നഷ്ടത്തിൽ എത്തിക്കാൻ. പിന്നെ അതുപോലെ തന്നെ സ്പേസിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ബൾക്കായിട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിയറസ്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇതുപോലെ അതർ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, പല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതർ സ്റ്റേറ്റിലൊക്കെ പോവുകയാണെങ്കിലോ ഡയറക്റ്റ് അല്ലാതെ നിങ്ങൾ ഓൺലൈൻ ത്രൂ അതിന് പ്രൊഡക്റ്റ് ഒരു ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ട്, മെയിൻ ക്വാളിറ്റി ഇഷ്യൂ. ആമസോണിലൊക്കെ സെല് ചെയ്യണമെന്ന് നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും ഈ പ്ലാറ്റ്ഫോമിൽ സെല് ചെയ്യരുത്. കാരണം ആമസോൺ എന്നല്ല, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോമുകളിലും ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും നിങ്ങൾ സെല് ചെയ്യാൻ പാടില്ല. കാരണം ഇതിലൊക്കെ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾ ഒരു 10 പ്രൊഡക്റ്റ് കൊടുത്താൽ ക്വാളിറ്റിയിൽ ആ 10 റിട്ടേൺ വരും. ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറുടെ അടുത്ത് നിന്ന് പോയി റിട്ടേൺ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് റിട്ടേൺ ഷിപ്പിംഗ് ചാർജ് ഒക്കെ ആയിട്ട് നമ്മുടെ ബിസിനസ് വലിയ ലോസ് പോകും. അപ്പോൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് മാത്രം നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ട് മാർക്കറ്റിൽ അനലൈസിങ് കോമ്പറ്റീഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും, ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ അങ്ങനെ ചൂസ് ചെയ്യുകയാണ് നിങ്ങളുടെ ബിസിനസ് എന്ന് ഗ്രോ ലെവലിലും ഉണ്ടാവും, നിങ്ങൾക്ക് എന്ന് ഫിക്സഡ് ആയിരിക്കും. ഒരിക്കലും ഡിക്രീസോ ഇൻക്രീസോ ആയിട്ടുള്ള അല്ലാതെ ഒരു ഡിക്രീസും ഇല്ല, എപ്പോൾ ഇൻക്രീസേ വരുള്ളൂ. അപ്പോൾ ഒരു മാന്യമായിട്ട് നിങ്ങൾക്കൊരു ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, ഷോപ്പിഫൈ പോലുള്ള വെബ്സൈറ്റിൽ സെല് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോസ് ഓരോന്ന് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും. അതുപോലെ ഓരോ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾക്ക് എങ്ങനെ ലിസ്റ്റിങ്ങും കാര്യങ്ങളും അക്കൗണ്ട് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ട്രെയിനിങ്ങും സെല്ലർ ട്രെയിനിങ് ഏത് പ്ലാറ്റ്ഫോം ആയാലും ഫ്ലിപ്കാർട്ട്, മീഷോ, ആമസോൺ, ഷോപ്പിഫൈ വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക.